അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1351. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ട് ഉദ്ധരിക്കുന്നു. ഖാല അവിടുന്ന് പറഞ്ഞു, മസലുൽ ഖായിമി അലാ ഹുദൂദില്ലാഹി വൽ വാഖിഇ ഫിഹാ. അല്ലാഹുവിന്റെ നിയമങ്ങൾ വിധിവിലക്കുകളൊക്കെ പാലിച്ചു ജീവിക്കുന്ന ആളുടെയും വിധിവിലക്കുകൾ പാലിക്കാതെ തിന്മയിൽ അകപ്പെട്ട ആളുകളുടെയും ഉദാഹരണം കമസലി ഖൗമിൻ, ഒരു ജനതയെപ്പോലെയാണ്. ഇസ്തഹമു അലാ സഫീനത്തിൻ, അവരൊരു കപ്പലിന്റെ മേൽ നറുക്കിട്ടു. ഒരു യാത്രയിൽ താഴ്ഭാഗത്താണോ മേൽഭാഗത്താണോ താമസിക്കേണ്ടത് ഒരു ജനത, ഒരു വിഭാഗം, ഒരു കൂട്ടം ആളുകൾ. അവർ നറുക്കിട്ടു. ഫഅസ്വാബ ബഅദുഹും അഅലാഹ വബഅദുഹും അസ്ഫലഹ. ചില ആളുകൾക്ക് മുകൾ ഭാഗം കിട്ടി, ചില ആളുകൾക്ക് താഴ്ഭാഗവും കിട്ടി. ഫകാനല്ലദീന ഫീ അസ്ഫലിഹ, താഴ്ഭാഗത്തുള്ള ആളുകൾ ഇദസ്തഖൗ മിനൽ മായി, അവർക്ക് വെള്ളത്തിന് ആവശ്യം വന്നാൽ മറു അലാ മൻ ഫൗഖഹും, അവർക്ക് മുകളിൽ പോയി വെള്ളം എടുത്തു കൊണ്ടുവരണം. താഴെത്തട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് വെള്ളത്തിന് ആവശ്യം വരുമ്പോൾ മുകളിൽ പോയി വെള്ളം എടുത്തു കൊണ്ടുവരണം. അത് മുകളിലുള്ളവർക്ക് വലിയ പ്രയാസമായി, താഴെയുള്ളവർക്കും വലിയൊരു പ്രയാസമാണ് വെള്ളം എടുത്തു കൊണ്ടുവരാന്നുള്ളത്. ഫഖാലു, അപ്പൊ താഴെത്തട്ടിൽ താമസിക്കുന്ന ആളുകൾ പറഞ്ഞു, ലൗ അന്നാ ഖറഖനാ ഫീ നസീബിനാ ഖർഖൻ, നമ്മുടെ വിഹിതം താഴെയാണല്ലോ, നമ്മൾ താഴെയല്ല താമസിക്കുന്നത്, നാം അവിടെ ഒരു ദ്വാരം ഉണ്ടാക്കിയാൽ നമുക്ക് ആവശ്യമുള്ള വെള്ളം അവിടെ നിന്ന് എടുക്കാലോ. വല്ലം ഉദീമും ഫോക്കന, നമ്മുടെ മുകളിലവർക്ക് ബുദ്ധിമുട്ടാവുകയില്ല, അവർക്കൊരു ബുദ്ധിമുട്ടാവൂല, താഴെ നമുക്ക് വെള്ളമെടുക്കാം എന്ന് താഴെ ഉള്ളവർ പറഞ്ഞു. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫയതുറുകുഹും വമാ അറാദു, അവർ ഉദ്ദേശിച്ചതുപോലെ നമ്മൾ അവരെ ഒഴിച്ചുവിട്ടാൽ, അവരങ്ങനെ ചെയ്തോട്ടെ എന്ന് വെക്കുകയാണെങ്കിൽ ഹലക്കു ജമിയാൻ, മുഴുവൻ ആളുകളും നശിച്ചു പോകുമല്ലോ. താഴെ ഭാഗത്ത് ദ്വാരുണ്ടാക്കിയ വെള്ളം കയറി ഒന്നായിട്ട് എല്ലാവരും നശിച്ചു പോകും. വൈൻ അഹദു അലാ ഐദീഹിം, അതേ സമയത്ത് അങ്ങനെ ചെയ്യരുത്, അത് ചെയ്താൽ അപകടമുണ്ടാവും, നമ്മളൊക്കെ നശിച്ചു പോകും എന്ന് പറഞ്ഞ് അവരെ പിടിച്ചു വെച്ചാലോ, അതിന് ആ തിന്മയിൽ നിന്ന്, ആ തെറ്റിൽ നേരെ മാറ്റി നിർത്തിയാലോ, നജൗ ജമിഅ, അവരും നമ്മളൊക്കെ രക്ഷപ്പെടും, എല്ലാവരും രക്ഷപ്പെടും. ഈ ഹദീസിലൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വലിയൊരു പാഠമാണ് നൽകുന്നത്. അംറു ബിൽ മഅറൂഫ് വനഹ്യു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളത് അത് മിൻ അജല്ലിൽ ഇബാദാത്ത്, ഒരു മുഖ്യ ആരാധനയിൽപ്പെട്ടതാണ്. ഈ ഉമ്മത്തിന്റെ നിലനിൽപ്പ് തന്നെ അതാണ്. ഈ അംറു ബിൽ മഅറൂഫ് നഹ്യു അനിൽ മുൻകർ ഇല്ലെങ്കിൽ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ള ഇല്ലെങ്കിൽ ഉമ്മത്ത് മുഴുവൻ നശിച്ചു പോകും. അപ്പൊ ഒരു തിന്മ കണ്ടാൽ അത് നോക്കി നിൽക്കരുത്, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കരുത്, അത് നാം വിരോധിക്കണം, അത് നാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അത് ചെയ്യരുത് എന്ന് പറയണം. അത് നമ്മുടെ വീട്ടിലായാലും കുടുംബത്തിലായാലും അയൽവക്കത്തായാലും എവിടെയാണെങ്കിലും തിന്മ കാണുമ്പോൾ അതൊക്കെ ഉസ്താദന്മാർ ഉപദേശിച്ചോട്ടെ എന്ന് വിചാരിച്ച് മറ്റുള്ളവരിലേക്ക് തള്ളിവിടാതെ ആര് തിന്മ കണ്ടാലും അത് നാം വിരോധിക്കണം, ചെയ്യരുതെന്ന് പറയണം. അതല്ലെങ്കിൽ എല്ലാവരും അപകടത്തിൽ പെട്ടുപോകും. അതേസമയത്ത് ആ തിന്മ ഉപദേശിച്ചവർ മാറി നിന്നാലോ അവരും നമ്മളൊക്കെ രക്ഷപ്പെടും. അപ്പൊ തിന്മ കാണുമ്പോൾ നോക്കി നിൽക്കരുത് എന്ന വലിയൊരു സന്ദേശമാണ് ഈ ഹദീസിലൂടെ നമുക്ക് നൽകുന്നത്. ഇത് ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി.